കുട്ടിയും മാത്രമുള്ള കുട്ടി മരിച്ചാൽ നമ്മളെ സ്ത്രീകളൊക്കെ അവസ്ഥ എന്തായിരിക്കും? കുട്ടിയുടെ മയ്യത്ത് അവിടെ മട ബോധം കെട്ടി പുറത്ത് കിടക്കണ്ടാവും. പക്ഷേ ഈ സ്ത്രീ എന്ത് ചെയ്തു? സഹാബി വനിത ധൈര്യസമേത കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുപോയി ഒരു ഭാഗത്ത് കെട്ടി പുട്ടുണ്ണിയൊക്കെ വിരിച്ച് ഒറ്റക്കൊക്കെ ചെയ്തു. ഓടിപ്പോയി വിളിക്കുക, ഫോൺ ചെയ്യുക, ഫോണൊന്നുമില്ല. എന്നാലും വിളിക്കാൻ നടക്കുക, അട്ടാലിക്കുക, നിലവിളിക്കുക, പ്രശ്നമൊന്നുമില്ല. ഭർത്താവ് സാധാരണ ഗതിയിൽ വീട്ടിലേക്ക് വന്നു. ഹദീസിലുള്ളതാട്ടോ, അതുകൊണ്ട് മാത്രം വിശ്വസിക്കുകയാണ് ഞാനൊക്കെ. ആ ഭർത്താവ് വരുമ്പോൾ തന്നെ അവര് എന്താണ് ചോദിക്കാൻ വന്ന് ഭക്ഷണം രണ്ടാളും കൂടി സ്വീകരിച്ച് നല്ല രീതിയിൽ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പുറത്ത് മയ്യത്ത് എടുക്കുക, കുട്ടിയുടെ ഭക്ഷണമൊക്കെ കൊടുത്ത്. ഹദീസിലുണ്ട് പോലും രണ്ടുപേരും കൂടി ശയിച്ചുകൊണ്ടിരിക്കുമ്പോ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അതെ നമുക്കൊരാളൊരു സാധനം തന്നാൽ തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണോ? അല്ല, അതിന്റെ ഉടമസ്ഥൻ ചോദിച്ചാൽ പിന്നെ കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണം. അതിന്റെ ഉടമസ്ഥൻ എന്നെ തിരിച്ചേൽപ്പിക്കണം ഭർത്താവ്. എന്നാൽ നമ്മുടെ കുട്ടീനെ അതിന്റെ ഉടമസ്ഥൻ തിരിച്ചെടുത്തു. അല്ല തിരിച്ചെടുത്തു. സ്വന്തം കുട്ടി മരിച്ചത് ഭർത്താവിനോട് പറഞ്ഞൊരു കോലം നോക്കിയ എന്താപ്പത്? ഷോളങ്ങിട്ട് ഞെട്ടി സാബി ഓടിച്ചെന്ന് നോക്കുമ്പോൾ കുട്ടിയുടെ മയ്യത്ത്. മൂപ്പർക്ക് പോലും സഹിച്ചില്ല. ഇനി എന്താ ഈ കാണിച്ചേ? ഇത്രയൊക്കെ നേരമായിട്ട് പറയാതെ എന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നബിയുടെ അടുത്ത് ഓടി. നബിനോട് എന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ ചെയ്ത പണി കണ്ടില്ല റസൂലേ, ഞാൻ വരാൻ ബഹളം കൂട്ടിയില്ല എന്ന് മാത്രമല്ല, വന്നിട്ട് ബഹളം കൂട്ടിയില്ല എന്ന് മാത്രമല്ല, ഇതിങ്ങനെയാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സഹോദരി ചെയ്തതാണ് ശരി. ഭർത്താവിന്റെ ഭക്ഷണം മുടക്കിയില്ല, അട്ടാരിച്ചില്ല, നിലവിളിച്ചില്ല. വളരെ സ്നേഹപൂർവ്വം ഭർത്താവിനെ സ്വീകരിച്ച് വളരെ സ്നേഹത്തോടെ കുട്ടിയുടെ മരണവിവരം അറിയിച്ചു. അതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ ഉപദേശിക്കുന്ന ഒരു ഭാര്യാഭർത്തൃ ബന്ധവും കുടുംബജീവിതവും ഒക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സംഭവമാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളെ ദീൻ നശിക്കും, നമ്മളെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കും. മുസ്ലിം കുടുംബങ്ങളിലുള്ള ഇസ്ലാമിനെ പോലും ഇല്ലാതാക്കാൻ വേണ്ട ശ്രമമാണ് നിരീശ്വരവാദികളും നിർബന്ധവാദികളും മതനിഷേധികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെമിനിസ്റ്റുകളൊക്കെ അതാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വീണ് പോകാതിരിക്കണം. നമ്മളെ കുട്ടികൾ വീണ് പോകണ്ട്. അതിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ട ജാഗ്രത, അതീവ ജാഗ്രത നമ്മൾ വെച്ചു പുലർത്തുകയാണ് ചെയ്യേണ്ടത്. സ്ത്രീകളൊക്കെ ഈ വിഷയത്തിൽ ഉത്ബുദ്ധരായി നമ്മുടെ കുടുംബങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ക്യാമ്പയിൻ അവസാനിക്കില്ല. നമ്മൾ ഇതിൽ ശ്രദ്ധ ഊന്നാൻ തുടങ്ങിയാൽ മാറ്റിയെടുക്കാൻ. ശരിക്കും ഒരു ഉമ്മയാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം. ഉമ്മ വിചാരിച്ചാൽ പലതും നടക്കുന്നു. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഉമ്മ ഒരു സാധാരണ സ്ത്രീയാ. അന്ന് ബൈത്തുൽ മഖ്ദിസ് കുരിശിന്റെ കയ്യിലാണ്, ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്. 10,000 മുസ്ലിമീങ്ങളെ വെട്ടിനുറുക്കി രക്തപ്പുഴ ഒഴുക്കിയിട്ടാണ് ഖുദ്സ് അവർ പിടിച്ചെടുത്തത്. അങ്ങനെ അവരെ കയ്യിലായിരുന്നു. ആ മസ്ജിദുൽ അഖ്സ തിരിച്ചു കിട്ടണം. അപ്പൊ ഒരു സാധാരണ ഉമ്മ അതിന്റെ ചെറിയ കുട്ടീനെ വെച്ചിട്ടാണ് തീരുമാനം എടുക്കുക, എന്റെ മോനെ കൊണ്ട് ഞാൻ ഖുദ്സ് മോചിപ്പിക്കും. ആ ഉമ്മ മോനങ്ങനെ വളർത്തി ആ മകനാണ് പിന്നീട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയായിട്ട് ഖുദ്സ് മോചിപ്പിക്കുന്നത്. നിങ്ങൾ ലോകത്തിലെ മഹാന്മാരെ മുഴുവൻ എടുത്തു, അവരുടെ പിന്നിലൊക്കെ ഒരു ഉമ്മയുടെ കരണ്ട്, ഒരു ഉമ്മയുടെ ശക്തി ഉണ്ട്. ഞാൻ സാധാരണ പറയുമ്പോൾ നിസ്കാരത്തിന്റെ പ്രാധാന്യം എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞ ക്ലാസ്സൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ ആയത്തോ ഹദീസൊക്കെ ഉദ്ധരിക്കാം. പക്ഷേ ഞാൻ നിസ്കരിക്കാൻ ജമാഅത്തിന് ധൃതി കാണിക്കാൻ ഈ ആയത്തോ ഹദീസൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പിന്നെ പ്രചോദകമാകുന്ന 2 ഘടകം. ഒന്ന്, എൻ്റെ വാപ്പ നിസ്കാരത്തിന് കാണിക്കുന്ന, ജമാഅത്ത് നിസ്കാരത്തിന് കാണിക്കുന്ന ഒരു ധൃതി എൻ്റെ മനസ്സിലുണ്ട്. ജമാഅത്ത് സമയം മുപ്പിന് ധൃതി കാണിച്ച് പോകാൻ നോക്കുന്നത് കാണും. അതിനേക്കാളപ്പുറം നിസ്കരിക്കാതെ ഒരു നേരം വീട്ടിലേക്ക് എടുത്താത്ത ഉമ്മാടെ. ഞാൻ നേരത്തെ ഇത് പറഞ്ഞ പോലെ അനി വലിയ ആളായതിനു ശേഷം തന്നെ എനിക്ക് ഉമ്മാടെ അവസാനം കിട്ടിയ അടി സുബൈക്ക് ഒരു ദിവസം പോകാതെ കുറേ നേരം കിടന്നപ്പോഴാണ് അടിച്ചിട്ട് ഓടാന്ന് പറഞ്ഞ് ഓടിച്ചു. അതിനോളം ശക്തമായ ഉത്ബോധനങ്ങളും ഇതുമില്ല. അതുകൊണ്ട് ഉമ്മയുടെ ശക്തിയിലേക്ക് ഉയരണം. അള്ളാഹ് അതുകൊണ്ടാണ് ഉമ്മാക്ക് വലിയ സ്ഥാനം തന്നത്. നമ്മുടെ കുടുംബത്തെയൊക്കെ കൂട്ടിയിണക്കണം, അവരെയൊക്കെ യോജിപ്പിക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെതായ പാശത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ കഴിയണം. എന്നാലും അല്ലാതെ പരീക്ഷണങ്ങളുണ്ടാവും. ചിലപ്പോൾ വലിയ നമ്മളതൊക്കെ വിചാരിച്ചാൽ ചില പരീക്ഷണം ഉണ്ടാവും, ഒക്കെ വേറെ കാര്യം. ആ പരീക്ഷണങ്ങളെ സധൈര്യം നേരിടണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അത്യാവശ്യം തിരിച്ച് വളരെ പെട്ടെന്ന് മഗ്‌രിബിന് മുമ്പ് പെരുമ്പിലാവിൽ എത്തേണ്ടതുള്ളതുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കാൻ ഇനി നേരമില്ല. അതുകൊണ്ട് ഇതിൻ്റെ മർമ്മപ്രധാനമായ വശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. 5:30 മണിയായി. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും ശരിക്കും പഠിച്ച്